വ്യത്യസ്തനാം ഒരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല എന്ന ഒറ്റ ഗാനം കൊണ്ട് മലയാള പിന്നണി ഗാനരംഗത്തേക്ക് ചേക്കേറിയ പ്രിയ കലാകാരൻ പ്രദീപ് പള്ളുരുത്തി. നമസ്കാരം. നമസ്കാരം. വ്യത്യസ്തനാം ഒരു ബാർബറാം ബാലനെ എന്ന് പറഞ്ഞിട്ട് സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. അതൊക്കെ ശരിയാണ്. പക്ഷെ നീ തുടക്കുന്നതിനെ പൊളിച്ചോളുന്നില്ല. ഇന്റർവ്യൂ പൊളിഞ്ഞോ? പിന്നെ ഇത് പൊളിച്ചില്ലേ? അതെന്താ കുഴപ്പം? എൻ്റെ ഈഗോ ക്ലാഷ് ആയില്ലേ? അതെന്താ സംഭവം? എനിക്ക് മനസ്സിലായില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തനാം ഒരു ബാർബറാം ബാലനല്ലല്ലോ എൻ്റെ ആദ്യത്തെ സിനിമ. അയ്യോ, അതല്ലേ? അത് ശരിയാണ്. ചിലപ്പോൾ എന്നെ തിരിച്ചറിഞ്ഞ പാട്ടുകൾ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ട് വ്യത്യസ്തനാം ഒരു ബാർബറാം ബാലൻ. ശരിയാണല്ലോ, അത് ശരിയാണ്. പക്ഷേ എൻ്റെ ആദ്യത്തെ സിനിമ തൊമ്മനും മക്കളുമാണ്. തൊമ്മൻ മക്കളും ഏത് പാട്ട്? പുണ്യവാനിസഹാക്കീനുണ്ടായി രണ്ടു മക്കൾ, ഒന്നാമൻ ഏസാവും രണ്ടാമൻ യാക്കോബും. തൊമ്മനും മക്കളും പാടി കഴിഞ്ഞിട്ട് രണ്ടാമത് പാടുന്ന പാട്ടാണ് രാജമാണിക്യം. രാജമാണിക്യം. പാണ്ടിമേളം പട്ടും കുത്തും പക്കവാദ്യത്തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. മമ്മൂക്കയുടെ സിനിമയിൽ മാത്രം ഞാൻ 10 സിനിമ പാടിയിട്ടുണ്ട്. പലർക്കും ഈ പാണ്ടിമേളമൊക്കെ ശ്രീകുമാരേട്ടൻ പാടിയതാണെന്നൊക്കെ ആദ്യം വിചാരിച്ചു വെച്ച ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങനെയാണ്. നമ്മളും വേറെ മേഖലകളിൽ നമ്മൾ ശ്രദ്ധിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നില്ല. ഇനി കുറച്ചുകൂടി പുറയിലേക്ക് പോയാൽ ഇതുമല്ല എൻ്റെ ആദ്യത്തെ സിനിമ. പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതായത് മിമിക്സ് ആക്ഷൻ 500, മിമിക്സ് സൂപ്പർ 1000, ഈ 2 സിനിമകളിലും ഞാൻ നേരത്തെ പാടിയിട്ടുണ്ട്. പക്ഷെ ഞാനത് എൻ്റെ ഫസ്റ്റ് പടമാണെന്നോ സെക്കൻഡ് പടമാണെന്നോ പറയാത്ത കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് ഞാൻ പാടിയിട്ടുള്ളത് പാരഡിയാണ്. കഥ പറയുന്നുണ്ട്. അത് ആ 2 സിനിമയിലും പാടിയിട്ടുള്ളത് പാരഡി. അതിപ്പോൾ രമേശ് കുറുമശ്ശേരി അതുപോലെ തന്നെ കുറേ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുള്ള, കുറേ മിമിക്രിക്കാർ അഭിനയിച്ചിട്ടുള്ള സിനിമയാണത്. അപ്പോൾ അതിലൊക്കെ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ പാരഡി വേർഷൻ പാടിയിട്ടുണ്ട്. അപ്പോൾ അത് എഴുതി കാണിച്ചപ്പോൾ, വെള്ളിത്തിരയിൽ എഴുതി കാണിച്ചപ്പോൾ, ഗായകർ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചപ്പോൾ KS ചിത്ര, ബിജു നാരായണൻ, പ്രദീപ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ പാരഡി എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു. പ്രദീപ്. അപ്പോൾ അതെനിക്ക് ഒരു വിഷമം തോന്നി. കാരണം വെച്ചാൽ അയ്യോ, പാരഡി പാടുന്നത് അറിയാമല്ലോ. പണ്ട് പാരഡി പാടാൻ നടക്കുമ്പോഴേക്ക് ചില ആൾക്കാർക്കൊക്കെ നമ്മളെ കാണുമ്പോൾ ദേഷ്യമാണ്. നല്ല പാട്ടൊക്കെ നശിപ്പിക്കണവനൊക്കെ വന്നിട്ടുണ്ടല്ലോടാവേ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു ലുക്കാണ് ആൾക്കാർക്ക്. ആദ്യ കാലത്തൊക്കെ ശരിക്കും പറഞ്ഞ സിനിമ ഗാനം പോലെ തന്നെ പാരഡി ആസ്വാദകരുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. വീഴായപ്പൻ ചേട്ടൻ, കൊച്ചിൻ മിമി, നാദിർഷിക. അപ്പോൾ ആ പാരഡിക്ക് ഒരു ആസ്വാദനം ഉണ്ട്. അതിൻ്റെ ആ വരികൾക്കും അത് കേൾക്കുമ്പോൾ അതിലുള്ള തമാശകളൊക്കെ ആസ്വദിക്കുന്നവരുണ്ട്. ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ നന്നായിട്ട് ഇപ്പോഴും പാരഡികൾ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അതെ. പിന്നെന്താ വെച്ചാൽ ആ ഒരു ബിസിനസ്സിൻ്റെ ഒരു കാലം കഴിഞ്ഞു പോയി എന്നുള്ളതുകൊണ്ടാണ്. എത്ര പാരഡി കാസറ്റ് പാടിയിട്ടുണ്ടാവും? അയ്യോ, അത് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നേ പാരഡികളുടെ എണ്ണം ഒരു 4500-ഓളം പാടിയിട്ടുണ്ട്. അത് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും കൊച്ചിൻ മിമി, പിന്നെ രമേശ് കുറുമശ്ശേരി, പിന്നെ അതുപോലെ തന്നെ നജീബ്, അങ്ങനെ കുറേ ആൾക്കാരുടെ, എത്രയോ ആൾക്കാരുടെ പാട്ടുകളാണ് നമ്മൾ പാടി. പ്രതിഭയുടെ പാരഡികൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്താ പറഞ്ഞ സുഖിപ്പിച്ചാണ് പ്രതിഭയുടെ പാരഡി പാടുന്നത്. ഒരു പാരഡി പോലെ ഇങ്ങനെ ഒച്ചയിൽ പാടാറില്ല. വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത്ര ഒന്ന് വൾഗറൈസ് ചെയ്യാറുള്ളൂ. ചില സ്ഥലത്ത് മാത്രം. അല്ലേ? അതെ. ഞാൻ ഈ പാരഡി പാടിയത് കൊണ്ടാണ് എനിക്ക് ശരിക്കും കുറേ സിനിമയിൽ കുറേ പാട്ടുകൾ പാടാൻ പറ്റിയത്. കാരണം ഞാൻ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. കാരണം വ്യത്യസ്തനാം ഒരു ബാർബറാം ബാലൻ പാടാനായിട്ട് ഒരു 3/4 മണിക്കൂർ സമയം ഞാൻ എടുത്തിട്ടുള്ളൂ. അത്രത്തോളം എനിക്കത് വളരെ, അതായത് അങ്ങനെ പാടാൻ വേണ്ടി ചെല്ലുമ്പോഴേക്കും ഇത് ഇന്ന ആളുകൾ അഭിനയിക്കുന്ന സിനിമയാണ്, സീനാണ്. അപ്പോൾ അത് അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇയാളുടെ സൗണ്ടൊന്നും അനുകരിക്കാനൊന്നും എനിക്ക് അറിഞ്ഞില്ല സലിംകുമാറിൻ്റെ. പക്ഷെ എന്നാലും സലിംകുമാറിൻ്റെ ഒരു പരത്തലുണ്ടല്ലോ, അത് ഞാൻ വേണമെങ്കിൽ പിടിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പിടിച്ചത്. പിന്നെ കുറേ സ്ഥലത്ത് മാറ്റി പാടുന്നുണ്ട്. കാരണം പിന്നെ നമ്മൾ പാടി തുടങ്ങുമ്പോൾ വ്യത്യസ്തനാം ഒരു ബാർബറ ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല, അതിൻ്റെ ഇടയ്ക്ക് വരുന്നത് ആമാശയത്തിന്റെ ആശ നിറവേറ്റാൻ രോമാശയം, ആമാശയത്തിന്റെ ആശ നിറവേറ്റാൻ രോമാശയങ്ങൾ അറുക്കുന്ന വീര എന്ന് പറഞ്ഞ സാധനം. താരരാജാവിന്റെ അവിടെ വേറൊരു മോഡുലേഷനാണ്. അങ്ങനെ കുറേ സംഭവങ്ങൾ. പക്ഷെ അതിനൊക്കെ എന്നെ സഹായിച്ചത് എം ജയചന്ദ്രനും അതുപോലെ തന്നെ എം ജയചന്ദ്രൻ്റെ കൂടെയുള്ള ഒരു ഇളങ്കോച്ചേട്ടനുണ്ട്. ആ ഇളങ്കോച്ചേട്ടനുമാണ് ശരിക്കും ആ പാട്ട് ആ ഒരു ലെവലിലേക്ക് വരാൻ എന്നെ സഹായിച്ചത്. ശരിക്കും മിമിക്രിക്കാരുമായിട്ട് ഏറ്റവും കൂടുതൽ സൗഹൃദം പുലർത്തുന്ന ഒരാളാണ് പ്രതിഭ. ഉറപ്പായിട്ടും ഞാനൊരു മിമിക്രിക്കാരൻ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ കൂട്ടുകാരെല്ലാവരും
ഇപ്പം മനോജും ഞാനുമായിട്ടുള്ള സൗഹൃദം എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള സൗഹൃദമാണ്. ഒരുപാട് അതിനു മുൻപേ പിന്നെ രമേശ്, അരവിന്ദാക്ഷക്കുറുപ്പ്, ഞങ്ങളൊക്കെ കൂടി സീരിയൽ വരെ എഴുതിയിട്ടുണ്ട്. സീരിയൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് ഞങ്ങളൊക്കെ. ശരി, അത് ഷൂട്ട് ചെയ്തോ? സൂര്യലല്ലേ അത് വന്നത്? സൂര്യയിലാണ് അത് വന്നെന്ന് തോന്നുന്നു. മാമോനെ ദിനേശനോ അങ്ങനെ എന്തൊക്കെ സംഭവമൊക്കെ ഇട്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ സത്യത്തിൽ ഞാൻ ആ ഒരു ലൈനിൽ നിന്നൊക്കെ മാറിപ്പോയത് കൊണ്ട് കുറേ മറവി ഉണ്ടായെന്ന് മാത്രം. അത് സ്വാഭാവികമായിട്ട്, അല്ലെങ്കിൽ തന്നെ ഞാൻ ഒരു മറവിക്കാരനായതുകൊണ്ടുള്ള വിഷയമുണ്ട്.